بسم الله الرحمن الرحيم فلما جاءهم موسى بآياتنا بينات قالوا ما هذا إلا سحر مفترى وما سمعنا بهذا في آبائنا الأولين وقال موسى ربي أعلم بمن جاء بالهدى من عنده ومن تكون له عاقبة الدار إنه لا يفلح الظالمون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1315 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 36-37 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاءهم موسى بآياتنا بينات قالوا ما هذا إلا سحر مفترى وما سمعنا بهذا في آبائنا الأولين وقال موسى ربي أعلم بمن جاء بالهدى من عنده ومن تكون له عاقبة الدار إنه لا يفلح الظالمون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 36-37 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്നും ഒരു അശരീരി കേൾക്കുകയും അതിനെ തുടർന്ന് ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുന്നതിലേക്ക് മുന്നേറുകയാണ്. സൂറത്തുൽ ഖസസില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണത്തില് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അള്ളാഹു അദ്ദേഹത്തെ തൂർ പർവ്വതത്തിന്റെ പാർശ്വത്തിൽ വെച്ച് ദൈവിക ദൂതനായി നിയോഗിക്കുന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും രണ്ട് സുപ്രധാനമായ ബുർഹാനുകൾ അദ്ദേഹത്തിന് ദൗത്യ നിർവഹണത്തിന് പ്രയോജനകരമാവുന്ന വിധത്തിൽ നൽകുകയും ചെയ്തുകൊണ്ട് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫിറോവിന്റെയും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന നാട്ടുപ്രമാണിമാരുടെയും അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിന് പല വിധത്തിലുള്ള ആശങ്കകളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ സംസാര വൈഭവത്തിലുള്ള ഒരു പ്രശ്നം, അദ്ദേഹത്തിന് വാചാലത കുറവാണ് എന്ന ഒരു തോന്നല് അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. സഹോദരൻ ഹാറൂനാണ് തന്നെക്കാൾ ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ആള് എന്ന ഒരു നിലപാടും അദ്ദേഹത്തിന് അത് സംബന്ധമായിട്ടുണ്ട്. മറ്റൊന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് പോകാൻ കാരണമാകുന്ന വിധത്തില് ഒരു ഏറ്റുമുട്ടലും
ആ ഏറ്റുമുട്ടലിന്റെ ഫലമായി ഒരു കൊലപാതകവും ഒരു മരണവും ഒക്കെ സംഭവിച്ച കാര്യം അക്കാര്യത്തില് ഒരു തീർപ്പാകാതെ കിടക്കുന്നത് തനിക്ക് എതിരിലുള്ള ഒരു കുറ്റപത്രമായിട്ട് ഈജിപ്തില് നിലവിലുണ്ട്. ഈ കാരണങ്ങളാൽ ഈജിപ്തില് ഫിറോവിന്റെ അടുക്കലേക്ക് ചെന്ന് അള്ളാഹു തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ അത് വിജയകരമാക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക മൂസ അലൈഹിസ്ലാമിന് നന്നായിരുന്നു. സഹോദരൻ ഹാറൂനെ കൂടി ഈ ഉത്തരവാദിത്വത്തില് ചുമതല ഏൽപ്പിക്കണമെന്ന് മൂസ അലൈഹിസ്ലാം ആവശ്യപ്പെടുന്നതും അദ്ദേഹം എന്നെ സത്യപ്പെടുത്തിക്കൊണ്ടും പിന്തുണച്ചുകൊണ്ടും കൂടെ ഉണ്ടാവണം എന്നതും അള്ളാഹുവിനോട് തനിക്കായുള്ള ഒരു സഹായം അഭ്യർത്ഥിക്കുക എന്ന നിലക്ക് മൂസ അലൈഹിസ്ലാം ആവശ്യപ്പെടുകയുണ്ടായതാണ്. അതിന് മറുപടിയായിട്ട് അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച അവസാനത്തെ ആയത്തില് പറയുകയുണ്ടായത് സനശുദ്ധു അലുദക ബി അഖീക, നിന്റെ കൈപ്പത്തി അല്ലെങ്കിൽ നിന്റെ മേൽക്കൈയിനെ നാം ശക്തിപ്പെടുത്തി തരും, നിന്റെ സഹോദരനെ കൂടി ഈ ദൗത്യത്തില് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് നിന്റെ സഹോദരന്റെ ഇടപെടൽ കൂടി നൽകിക്കൊണ്ട്, അതിനുകൂടി അവസരം നൽകിക്കൊണ്ട് താങ്കളുടെ കൈക്ക് ഞാൻ ശക്തി പകർന്നു തരും എന്നാണ് അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നത്. മാത്രമല്ല രണ്ടുപേർക്കും അള്ളാഹു വളരെ വിശിഷ്ടമായ ഒരു അധികാരമോ ശക്തിയോ ഒക്കെ നൽകും. അവർക്കാർക്കും തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു അവരോട് പറയുകയുണ്ടായത്. ഫലാ യസിലൂന ഇലൈക്കും, നിങ്ങൾ ഇരുവരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കാൻ അവർക്ക് കഴിയാത്ത വിധത്തിലുള്ള ഒരു സുൽത്താൻ, ഒരു കരുത്ത്, ഒരു ശക്തി നിങ്ങൾക്ക് നാം നൽകുന്നതാണ് എന്നാണ് അള്ളാഹു ഇവിടെ മൂസ അലൈഹിസ്സലാമിന്റെ ആശങ്കയെ അകറ്റുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ട് പറയുന്നത്. മാത്രവുമല്ല നിങ്ങളും നിങ്ങളെ പിൻപറ്റിയ ആളുകളും തന്നെ ആയിരിക്കും വിജയികളാകാൻ പോകുന്നത് ഈ ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഈ അഭിമുഖീകരിക്കലിൽ. വിജയികളായിട്ട് രംഗത്ത് വരിക നിങ്ങളിരുവരും നിങ്ങളെ പിൻപറ്റുന്ന അനുയായികളുമായിരിക്കും എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. നേരത്തെ ഇതിനകം നൽകിയിട്ടുണ്ടായിരുന്ന രണ്ട് ബുർഹാനുകൾ തന്നെ മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും ഈ അക്രമികളും ദ്രോഹികളുമായ ഭരണാധികാരികളുടെയും അവരെ പിന്തുണക്കുന്ന ആളുകളുടെയും ദ്രോഹങ്ങളിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കി നിർത്താൻ മതിയായതാണ് എന്നതാണ് അള്ളാഹു ഇവിടെ നൽകുന്ന ഒരു സൂചന. വടി തറയിലിട്ട് അത് പാമ്പായി രൂപപ്പെടുന്നത്, ഒരു ഉഗ്രൻ സർപ്പമായിട്ട് രൂപം പ്രാപിക്കുന്നത് അവരെ ശരിക്കും ഭയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് സാഹിറുകള് തങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന വടികൾ തറയിലിട്ട് പാമ്പാക്കി, അതൊക്കെ തന്നെയും മൂസ അലൈഹി ഇസ്ലാമിന്റെ അത്യുഗ്രൻ സർപ്പത്തിന്റെ മുന്നിൽ നിഷ്പ്രഭമായി മാറുന്ന ഒരു കാഴ്ച കാണാൻ ഇടയാകുന്നതോടുകൂടി തന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ ചെയ്തി, വടി തറയിലിട്ടുകൊണ്ട് അത്യുഗ്രൻ സർപ്പമാക്കുന്ന ഈ സംഗതി, അതിനെ നിസ്സാരമായിട്ട് കാണാൻ അവർക്ക് സാധിക്കുകയില്ല. അതിന്റെ ഫലമായിട്ട് തന്നെ അവര് മൂസ അലൈഹി ഇസ്ലാമിനോട് വളരെ കരുതലുള്ള വിധത്തിൽ മാത്രമേ പെരുമാറുകയുള്ളൂ. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തെ പിടികൂടാനോ ദ്രോഹിക്കാനോ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പാഞ്ഞെടുക്കുകയില്ല. ഇതേപോലെ തന്നെ
കൈ കക്ഷത്ത് വെച്ച് വെളിയിലേക്ക് എടുക്കുന്നതോടുകൂടി അത് ഗംഭീരമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് പ്രകാശിക്കുന്ന ഒരു കാഴ്ച കാണാനിടയാവും. ഇത് കാരണത്താലും അവര് പെട്ടെന്നൊന്നും മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുകയോ അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാൻ മുതിരുകയോ ചെയ്യുകയില്ല എന്ന ഒരു സൂചന ഈ അള്ളാഹുവിന്റെ ഈ പ്രസ്താവനയിൽ അടങ്ങിയിട്ടുണ്ട്. വനജഅലു ലക്കുമാ സുൽത്താനൻ ഫലാ യസ്ലൂന ഇലൈക്കുമാ. നിങ്ങൾക്ക് നാം ഒരു കരുത്തും അതുപോലെ തന്നെ ശക്തിയും നൽകും. അത് കാരണമായിട്ട് അവരാരും തന്നെ നിങ്ങൾ ഇരുവരുടെയും അടുക്കലേക്ക് പാഞ്ഞെടുക്കുകയില്ല. നിങ്ങൾക്ക് ഈ ദൗത്യ നിർവഹണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശപൂർവം ധീരമായിട്ട് മുന്നേറാം. നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ അവര് ദർശിക്കുന്ന സുൽത്താൻ അത്യസാധാരണത്വമുള്ള എന്തോ ഒരു ശക്തി, ആ ശക്തി അവര് ദർശിക്കുക കാരണമായിട്ട് ദ്രോഹം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തില് മുന്നേറിക്കോളൂ എന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിക്കുകയുണ്ടായത്. ഒരുപക്ഷെ ഈ സംഭാഷണം അള്ളാഹു നേരിട്ട് മൂസ അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും നടത്തുന്ന ശൈലിയിലാണ് ഇവിടെ ഉള്ളത്. അൻതുമ വമനിത്തബഅകുമ എന്നൊക്കെയാണ്. രണ്ടുപേരോട് അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയിലായതുകൊണ്ട് ഇത് തൂർ പർവ്വതത്തിന്റെ പരിസരത്തുണ്ടായ ആ കൂടിക്കാഴ്ചയുടെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞതായിക്കൊള്ളണം എന്നില്ല. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിനെ കുറിച്ച് പര്യാലോചിച്ചു കൊണ്ടിരിക്കുന്ന തുടർന്നുള്ള ഒരു ഘട്ടത്തില് അദ്ദേഹം തന്റെ മനസ്സിലെ ആശങ്കകൾ അള്ളാഹുവുമായി പങ്കുവെച്ചപ്പോ മൂസ അലൈഹി ഇസ്ലാം അതിനകം തന്നെ സഹോദരൻ ഹാറൂന്റെ അടുക്കല് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഘട്ടത്തില് അവരോട് ഇരുവരോടുമായിട്ട് പറഞ്ഞതാവാനാണ് സാധ്യത. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി അതേ സമയത്ത് തന്നെ അള്ളാഹു കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരിടത്ത് അദ്ദേഹം ഹാറൂൻ അലൈഹി ഇസ്ലാം ആയിരിക്കും. കാരണം ഈ ഘട്ടത്തിൽ ഈജിപ്തിലേക്ക് മടങ്ങുന്ന ഘട്ടത്തില് തൂർ പർവ്വതത്തിന്റെ അരികെ മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അഭിസംബോധന ചെയ്യുമ്പോൾ ഹാറൂൻ അലൈഹി ഇസ്ലാം ഈജിപ്തില് തന്റെ കുടുംബത്തോടും തന്റെ ഇസ്രായേൽ സമൂഹത്തിലെ ബാക്കി ആളുകളോടുമൊപ്പം ഈജിപ്തിലാണുള്ളത്. തൂർ പർവ്വതത്തിന്റെ പരിസരത്തോ അല്ലെങ്കിൽ മദിയനിൽ നിന്നുള്ള ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യയിലോ ഒന്നുമല്ല. അതുകൊണ്ട് ഒന്നുകിൽ ഈ സംഭാഷണം നടന്നത് പിന്നീട് ഒരിക്കല് മൂസ അലൈഹി ഇസ്ലാം ദൗത്യ നിർവഹണത്തെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു ഘട്ടത്തില് ഈജിപ്തിൽ അതിനകം എത്തിക്കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാവാനാണ് സാധ്യത. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ സമാന്തരമായി തന്നെ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി അള്ളാഹു ഈ നിർദ്ദേശങ്ങള് കേൾപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച 2 ആയത്തുകൾ നോക്കുക. ഫലമ്മ ജാഅഹും മൂസ, അങ്ങനെ മൂസ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോ ബി ആയാത്തിന ബയ്യിനാത്തിൻ, നമ്മുടെ വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട് തെളിമയാർന്ന ദൈവിക സൂചനകളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഫറോവയുടെയും അയാളുടെ പ്രമാണിമാരുടെയും നാട്ടിലെ പ്രമുഖരുടെയും അടുക്കലേക്കായിട്ട് ചെല്ലുന്നത്. അങ്ങനെ അവരുടെ അടുക്കലേക്ക് മൂസ അലൈഹി ഇസ്ലാം ചെന്നപ്പോ ബി ആയാത്തിന ബയ്യിനാത്തിൻ, അള്ളാഹുവിന്റെ
അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിമയുള്ള വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. അതോടൊപ്പം തന്നെ താൻ ദൈവനിയുക്തനായ ദൂതനാണ്, ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ബയ്യിനാത്തുകളായ ആയാത്തുകളും അദ്ദേഹം അവരുടെ അടുക്കലേക്ക് അതുമായിട്ടാണ് ചെല്ലുന്നത്. ഖാലു, അപ്പൊ മൂസ അലൈഹി ഇസ്ലാം അവരെ കാണിച്ച ബയ്യിനാത്തുകളായ ആയാത്തുകൾ കണ്ടുകൊണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: മാ ഹാദ ഇല്ലാ സിഹ്റും മുഫ്തറ, ഇത് വെറും വ്യാജമായി ചമച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ആഭിചാരക്രിയ മാത്രമാണ്, ഇത് കേവലമായ ഒരു സിഹ്ർ മാത്രമാണ് എന്നാണ് ഫിറൗനും ഫിറൗന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും മൂസ അലൈഹി ഇസ്ലാമിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം ഫിറൗനെയും അനുയായികളെയും കേൾപ്പിച്ച കാര്യം, നിങ്ങൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് അടിമപ്പെടണം എന്നതാണ്, നിങ്ങൾ അവന് വിധേയപ്പെടണം എന്ന കാര്യമാണ്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ അടിമകളായിക്കൊണ്ടാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത് എന്ന കാര്യമാണ് ഫിറൗനെയും അനുയായികളെയും മൂസ അലൈഹി ഇസ്ലാം കേൾപ്പിക്കുന്നത്. അത് പറയുന്നത് ദൈവികമായി നിയോഗിക്കപ്പെട്ട ദൂതൻ എന്ന ആ അധികാരവും പദവിയും ഉപയോഗിച്ചുകൊണ്ടാണ്. ദൈവികമായി താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള തെളിവായിട്ട് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന ചില ബുർഹാനുകള് അവരെ കാണിക്കുകയാണ്. ശക്തമായ വ്യക്തതയുള്ള, സാധാരണ മനുഷ്യർ ചെയ്യുന്നതല്ലാത്തതായ ചില സംഗതികൾ ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് അവർ കാണിക്കുകയാണ് മൂസ അലൈഹി ഇസ്ലാം അവരെ. അത് കണ്ടുകൊണ്ട് ഈ ആളുകൾ ഉടനെ അത് ദൈവിക ദൃഷ്ടാന്തമാണ്, മൂസ ഞങ്ങളുടെ ഇടയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നൊന്നും അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. അവരുടനെ അത് നിഷേധിക്കുന്നു, അദ്ദേഹത്തെ കളവാക്കുന്നു. എന്നിട്ട് ഇപ്പൊ കാണിച്ച സംഗതികൾ എന്താണെന്നാണ് അവർ പറയുന്നത്? മാ ഹാദ ഇല്ലാ സിഹ്റും മുഫ്തറ, ഇത് വെറും വ്യാജമായി ഉണ്ടാക്കിയിട്ടുള്ള വെറും ആഭിചാരക്രിയ മാത്രമാണ്, ഇത് വെറും മാന്ത്രിക വിദ്യ മാത്രമാണ്, ആളുകളെ വിഡ്ഢികളാക്കുന്ന വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ. അത് തന്നെ മൂസ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഫ്തിറാ ആയ സംഗതിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ്തിറാ എന്ന് പറഞ്ഞാൽ വ്യാജമായ ഒരു സംഗതി ചമച്ചുണ്ടാക്കലാണ്. ഇവിടെ സിഹിർ തന്നെ വ്യാജമാണ്, കൂടാതെ സിഹിറിൽ തന്നെ വ്യാജം ചെയ്തിരിക്കുകയാണ് എന്നല്ല. മൂസ അലൈഹി ഇസ്ലാം ഇവിടെ കാണിച്ചിരിക്കുന്ന സംഗതികൾ വ്യാജമായ ഒരു ബുർഹാനാണ്, അല്ലെങ്കിൽ ബുർഹാനുകളാണ്. അത് സിഹിറാണ്. അതിന്റെ എല്ലാ അടിസ്ഥാനരഹിതമായ സ്വഭാവവും അതിനുണ്ട്. അത് ഒരിക്കലും തന്നെ യാഥാർത്ഥ്യാധിഷ്ഠിതമായതോ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി തരുന്നതോ ആയ സംഗതികളല്ല, മറിച്ച് മൂസ നിങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി, നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി ചില തട്ടിക്കൂട്ട് വിദ്യകളുമായിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. മാ ഹാദ ഇല്ലാ സിഹ്റും മുഫ്തറ, അത് പറയുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, ഈ തട്ടിക്കൂട്ട് വിദ്യയൊന്നും സാധാരണ ജനങ്ങള് ഇതുവരെ ചെയ്തു കാണിച്ചിട്ടില്ല, നമ്മളാരും അങ്ങനെയുള്ള കാണാനും അവസരം ഉണ്ടായിട്ടില്ല, അതവർക്കറിയാം. മാ ഹാദ ഇല്ലാ സിഹ്റും മുഫ്തറ, ഇത് കേവലമായ മാരണവിദ്യ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത്. അതും മൂസ അലൈഹി ഇസ്ലാം ഒപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വിദ്യ മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വമാ സമിഅനാ ബിഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, ഇതുപോലെയുള്ളത് പൂർവികരിൽ നിന്നൊന്നും ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല എന്നാണ് ഫിറൗനും കൂട്ടരും പറയുന്നത്. ഇവിടെ എന്താണ് പൂർവികരിൽ നിന്ന് കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത്?
അത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. മൂസ അലൈഹിസ്സലാം ഫിറൗനോടും അദ്ദേഹത്തിന്റെ പ്രഭൃതികളോടുമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഭൂമിയില് വലിയ നിഗളിപ്പ് കാണിച്ച് ധിക്കാരവും അഹങ്കാരവും ഒക്കെ കാണിച്ച് പെരുമാറരുത്. താൻ ഉരിയാടുന്നതാണ് കൽപ്പന, താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിയമം എന്നൊക്കെയുള്ള വിധത്തില് അങ്ങേയറ്റത്തെ സ്വേച്ഛാധിപത്യ സ്വഭാവത്തിലാണ് ഭരണം നടത്തുന്നത്. ഇന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് സമാനതയുള്ള ഒരു പെരുമാറ്റം. ആളുകളുടെ നിലപാടുകളെയും താല്പര്യങ്ങളെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ തന്റെ മൂക്കുകൊണ്ട് വരക്കുന്ന ഒരു വര കൊണ്ട് നിയന്ത്രിച്ചു കളയാം എന്നൊരു ധാർഷ്ട്യം കാണിച്ചുകൊണ്ടാണ് ഇത്തരം സ്വേച്ഛാധിപതികൾ ഭരണം നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള സ്വേച്ഛാധിപതികളുടെ അടുക്കൽ ചെന്നിട്ടാണ് അള്ളാഹുവിന്റെ ദൂതന്മാരായ മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും പറയുന്നത്, നിങ്ങൾ ഈ ധിക്കാരം അവസാനിപ്പിക്കണം, നിങ്ങൾ ഈ അഹങ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ റബ്ബിന് അടിമപ്പെട്ടുകൊണ്ട് വേണം നിലകൊള്ളാൻ. അപ്പോഴേ നിങ്ങൾക്ക് മനുഷ്യരെ ഗൗനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് മനുഷ്യരോട് ആദരവും ബഹുമാനവും ഉണ്ടാവുകയുള്ളൂ. പ്രതിപക്ഷ ബഹുമാനം അപ്പോഴേ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ മനുഷ്യർക്ക് പ്രപഞ്ച സൃഷ്ടാവ് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളാനും വകവെക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന്, നിങ്ങളുടെ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട്, അവന് കീഴ്പ്പെട്ടുകൊണ്ട്, അവന് അടിമപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക എന്ന ഒരു നിലപാട് സ്വീകരിക്കലാണ്. ഈ കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാം ഫറോവയുടെയും പ്രഭൃതികളുടെയും മുന്നിൽ അവതരിപ്പിക്കുന്ന സംഗതി. അപ്പോ ഫറോവയും കൂട്ടരും നൽകിയിട്ടുള്ള മറുപടിയാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിക്കുകയാണ്. വമാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ. ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും ഒരാളും പൂർവികരുടെ കൂട്ടത്തിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് കേൾക്കാനായി പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, അവര് പൂർവികരായ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് ശീലിച്ചിട്ടുണ്ടായിരുന്നത് തിരുവായ്ക്ക് എതിർവായില്ല എന്നൊരു നിലപാടാണ്. ഇവര് പറയുന്നതൊക്കെ അതേപടി കേട്ടുകൊള്ളാം, അനുസരിച്ചു കൊള്ളാം എന്ന, താൻ തന്നെയാണ് ദൈവം, തന്നെക്കാൾ അപ്പുറത്ത്, തന്നെക്കാൾ കേമനായിട്ട് ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന റബ്ബുക്കുമുൽ അഅല എന്ന് ആക്രോശിച്ചു കൊണ്ടിരിക്കുന്ന ഫിറോവിന്റെ മുന്നിലാണ് ഈ സംസാരം നടത്തിയിട്ടുള്ളത്. ഫിറോൻ പറയുന്ന മുമ്പൊരിക്കലും ഇങ്ങനെ വല്ലതും പൂർവികരായ ആളുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടേയില്ല. അവർക്ക് അത് അത്രയും അവിശ്വസനീയമാണ്, ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. കാരണം ചരിത്രത്തില് എല്ലാ ധിക്കാരികളും എല്ലാ ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടാറില്ല. അവരെ ഗുണദോഷിക്കാൻ ആരും മുതിരാറുമില്ല. അപൂർവമായിട്ട് ഇങ്ങനെ ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട പ്രവാചകന്മാരോ ദിഗ്വിജയികളായി മാറുന്ന ചരിത്ര നായകന്മാരോ മാത്രമാണ് അങ്ങനെ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വരിക. ധിക്കാരികളായിട്ട് ആളുകളെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പള്ളിക്ക് അവരുടെ ആഘോഷങ്ങളുടെ വേളയില് പള്ളികൾ പ്രവർത്തനരഹിതമാക്കുന്നതിന് വേണ്ടി അത് താർപ്പായ കൊണ്ട് മറച്ചു പിടിക്കുന്ന ഒരു കാര്യം. നമസ്കാരത്തിന്റെ സമയം അവര് സ്വയം ക്രമീകരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളാരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് തിട്ടൂരം ഏർപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ഈ ഭരണാധികാരികൾ കാണിക്കുന്ന അവരുടെ സ്വേച്ഛാപരമായിട്ടുള്ള നടപടികളാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. സ്വേച്ഛാപരമായ ഏകാധിപത്യപരമായ നിലപാടാണ്. ഇവർക്ക് ഇവരുടെ ആഘോഷങ്ങൾ നടത്തുന്നതിന് യാതൊരു തടസ്സവും നിലവിലില്ല. പക്ഷെ ആ ആഘോഷ സമയത്ത് മറ്റുള്ളവര് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന വിധത്തിലൊരു ധാർഷ്ട്യം, അത് ഒരു വലിയ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ സ്വേച്ഛാധിപതിയും ധിക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഭരണാധികാരി.
അവരൊക്കെയും തന്നെ അഹങ്കാരത്തിന്റെ ഭാഷ മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. അത് രാജ്യം ഭരിക്കുന്ന ഭരണനായകന്മാരും ഉത്തർപ്രദേശിന്റെ ഭരണാധികാരികളും ഒക്കെ അങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഫറോവമാരുടെ ആവർത്തനമാണ് നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൂസ അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിക്കുന്നവനായിട്ട് ഫറോവയുടെയും കൂട്ടരുടെയും അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് കീഴ്പ്പെടുന്ന, അവന് അടിമപ്പെടുന്നവരാവണം എന്ന് നിർദ്ദേശിച്ചപ്പോ അയാൾക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അയാൾ പറയുന്നത് പൂർവികരായ ആളുകളൊന്നും ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നത് ഞങ്ങൾ ഇതുവരെ കേൾക്കാൻ ഇടയായിട്ടില്ല. ഇത് പുതിയ ഒരു സംഗതിയാണ്. മൂസ അഹങ്കാരം കാണിക്കുകയാണ്. മൂസ ഇവിടുത്തെ അധികാര സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, രാജ്യദ്രോഹം ചെയ്യുകയാണ് എന്നൊക്കെയാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ പറയുന്നത്. അങ്ങനെ പറയാൻ അവർക്ക് നാക്കു പൊന്തുന്നത് അവരുടെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന നിലക്ക് സമൂഹം അവരുടെ വാക്യങ്ങളെയും നിർദ്ദേശങ്ങളെയൊക്കെ ശിരസ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ടാണ്. അവർക്ക് എതിർപ്പുകളെ നേരിടുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതാണ് കാര്യം. അവര് സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ പോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളുമുള്ള ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വർത്തമാനം മുമ്പൊരിക്കലും കേട്ടിട്ടേ ഇല്ല പൂർവികരിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചരിത്രബോധമില്ലായികയോ അല്ലെങ്കിൽ വസ്തുതകൾ അറിയായികയോ ആവാനാണ് ഒരു സാധ്യതയുള്ളത്. അതല്ലെങ്കിൽ അവർ കടുത്ത അഹങ്കാരികളും ധിക്കാരികളുമായിക്കൊണ്ട് കാര്യങ്ങളെ പൂർണ്ണമായിട്ട് തമസ്കരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എന്നതാണ് അത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ഇതുപോലെ വമാ സമിഅനാ ബിഹാദ ഫീ ആബാഇനൽ അവ്വലീൻ, പൂർവികരിൽ നിന്നൊന്നും ഇങ്ങനത്തെ വർത്തമാനം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. മൂസ ഇവിടെ കുറച്ച് കടന്ന് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഫിറൗനും കൂട്ടരും ആ ഘട്ടത്തിൽ പറയുന്നത്. അപ്പൊ വഖാല മൂസ, അതിനോട് പ്രതികരിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റബ്ബുൽ ആലമീന്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ് ഞാൻ, നിങ്ങൾ അവന് വഴിപ്പെടണം, അവന് അടിമപ്പെടണം എന്നതായിരുന്നു. അപ്പൊ ഫിറൗനിലെ ലോകത്തെ ഏറ്റവും പ്രബല രാഷ്ട്രീയ ശക്തിയായിരുന്ന ഈജിപ്തിന്റെ അക്കാലത്തെ ഭരണാധികാരിയുടെ മുന്നിൽ വന്നിട്ട് അയാള് തനിക്ക് മീതെ ഒരുവന് വഴിപ്പെടണം, അവന്റെ അടിമയാകണം എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു സംഗതി നേരത്തെ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് എന്ന് ഫിറൗൻ പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ അതാണ് വസ്തുത. ഫിറൗൻ ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. നമുക്ക് പിന്നിട്ട കാലങ്ങളിലൊന്നും പരിചയമില്ലാത്ത വിധത്തില് ഇവിടെ ഭരണം നടത്തുന്ന ആളുകളോട് അവരെ മറ്റൊരു അധികാര ശക്തിയുടെ കീഴിൽ വരണം, പ്രപഞ്ചങ്ങളുടെ ഒരു നാഥനുണ്ട്, ആ നാഥന് വഴിപ്പെടണം, അവന്റെ അടിമയാവണം എന്ന് പറയുവാനുള്ള ധൈര്യം മൂസാക്ക് എങ്ങനെ കിട്ടി എന്നതാണ് ഇവിടെ ഫിറൗനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. വഖാല മൂസ, ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം നൽകിയ മറുപടി ഇതാണ്. പൂർവികരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത സംഗതിയാണ് മൂസായും ഹാറൂനും വന്ന് പറയുന്നത് എന്ന് ഫിറൗൻ ചൂണ്ടിക്കാണിച്ചപ്പോ മൂസ അലൈഹി ഇസ്ലാം നടത്തുന്ന മറുപടി ഇതാണ്. റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽ ഹുദ, ആരാണ് സന്മാർഗവുമായിട്ട് വന്നിട്ടുള്ളത്, മിൻ ഇൻദിഹി, തന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളത് എന്നത് നന്നായി അറിയുന്നവൻ തന്നെയാണ് എന്റെ റബ്ബ്. എന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം അവന്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗ ദർശനം എന്ന ദൗത്യവുമായിട്ട് വന്നിട്ടുള്ള ആള് ആരാണ് എന്നത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, എന്നെ നിയോഗിച്ചയച്ചിട്ടുള്ള റബ്ബിന് നന്നായിട്ട് അറിയാം ഞാൻ എന്ത് ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഇവിടെ
തന്റെ അടുക്കൽ നിന്നുള്ള ദൈവിക മാർഗദർശനവുമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത് ആരാണ് എന്നത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, എന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. എന്നെ നിയോഗിച്ചയച്ച അള്ളാഹു കൃത്യമായിട്ടത് അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയാലും ഇല്ലെങ്കിലും അത് യാഥാർത്ഥ്യമാവാതെ പോകുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. വഖാല മൂസ റബ്ബി അഅലമു ബിമൻ ജാഅ ബിൽ ഹുദ. ഹുദയുമായിട്ട് സമൂഹത്തിലേക്ക് ഇപ്പോ വന്നിരിക്കുന്നത് ആരാണ് എന്നത് നന്നായി അറിയുന്നവനാണ്, നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്റെ റബ്ബ്. അവൻ അയാൾ വന്നിരിക്കുന്നത് മിൻ ഇൻദിഹി, അവന്റെ അടുക്കൽ നിന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ചുമതല ഏറ്റുവാങ്ങിക്കൊണ്ട് ദൗത്യം നിർവഹിക്കാനായി വന്നിരിക്കുന്നത് ആരാണ് എന്നത് അറിയാത്തവനല്ല അള്ളാഹു. വമൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ. അതുപോലെ ഏറ്റവും നല്ല പരിണിതി ഏറ്റുവാങ്ങാൻ പോകുന്നത് ആരാണ് എന്നതും അവന് നന്നായിട്ട് അറിയാം. ഇപ്പോ അധികാരം വാഴുന്ന ചക്രവർത്തിയായിട്ട് വിലസുന്ന ആളാണോ, അതല്ല അവന്റെ അടുക്കല് പ്രപഞ്ച സ്രഷ്ടാവിന് വഴിപ്പെടണം, അവന് അടിമപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പറയുന്ന ദൈവനിയുക്തനായ പ്രവാചകനാണോ? ആരാണ് ആഖിബത്തുദ്ദാർ ഏറ്റുവാങ്ങാൻ പോകുന്നത്? ഏറ്റവും നല്ല പരിണിതി ഏറ്റുവാങ്ങാൻ പോകുന്നത് ആരാണ് എന്ന്. ആഖിബത്തുദ്ദാർ എന്നതുകൊണ്ട് ആഖിബത്തു അദ്ദാരിൽ ആഖിറ എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പാരത്രിക ലോകത്തെ ഏറ്റവും നല്ല പരിണതി ആര് ഏറ്റുവാങ്ങാൻ പോകുന്നു? അത് ഇപ്പോ അധികാരം കൈയാളുന്ന ഭരണാധികാരിയായി നിലകൊള്ളുന്ന ആളാണോ, അതല്ല അവന്റെ അടുക്കൽ വന്നിട്ട് പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബിന് അടിമപ്പെടണം എന്ന് പറയുന്ന ദൈവിക ദൂതനാണോ? ആരാണ് വിജയിച്ച് ഏറ്റവും നല്ല പരിണിതി ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന കാര്യവും തീർച്ചയായിട്ടും എന്റെ നാഥന്, എന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അക്രമകാരികള്, ഈ ധിക്കാരികളായ ആളുകൾ ഒരിക്കലും തന്നെ വിജയം വരിക്കുകയില്ല. ഇന്നഹു ലാ യുഫ്ലിഹു, തീർച്ചയായിട്ടും വിജയം വരിക്കുകയില്ല, വിജയം നേടുകയില്ല അല്ലാലിമൂൻ, അതിക്രമകാരികളായ ധിക്കാരികളായ ആളുകൾ. ഇവിടെ രണ്ട് സംഗതികൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മൂസ അലൈഹിസ്സലാം അയോഗ്യനായി അല്ലെങ്കിൽ ദൈവികമായി നിയോഗിക്കപ്പെട്ടവൻ ആവാതെ സ്വന്തം നിലക്ക് പ്രവാചകനാണ് എന്ന് വന്ന് അവകാശപ്പെടുകയാണെങ്കിൽ മൂസ അലൈഹിസ്സലാം ലാലിമാണ്. ഫിറഔൻ തനിക്ക് കേൾപ്പിക്കപ്പെട്ട കാര്യം സത്യമാണ് എന്നത് മനസ്സിലാക്കാൻ സന്നദ്ധത കാണിക്കാതെ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഫിറഔൻ ലാലിമായിട്ട് മാറും. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യം സത്യസന്ധമായിട്ട് തങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയാണ് ഈ മൂസ അലൈഹിസ്സലാം ദൈവിക പ്രവാചകൻ എന്ന നിലക്ക് എന്നതാണ് അദ്ദേഹത്തിന് താൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ന്യായമായിട്ടുള്ളത്. അദ്ദേഹം ദൈവികമായി നിയോഗിക്കപ്പെട്ട ചുമതലപ്പെടുത്തപ്പെട്ട കാര്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ നടപടിക്രമത്തിൽ യാതൊരു ളുൽമും അടങ്ങിയിട്ടില്ല. അള്ളാഹു ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കുന്നു എന്നതാണ് സംഭവിക്കുന്നത്. എന്നാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ മുന്നിലേക്ക് ദൈവിക ദൗത്യവുമായിട്ട് കടന്നു വന്നിട്ടുള്ള പ്രവാചകനെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഫിറഔൻ ളുൽമിന്റെ മാർഗമാണ് പിന്തുടരുന്നത്. ഇവിടെ മൂസ അലൈഹി ഇസ്ലാം പറയുന്നത് ഒരിക്കലും തന്നെ ലാലിമുകൾ, ളുൽമിന്റെ മാർഗം പിന്തുടരുന്നവർ വിജയം വരിക്കുകയില്ല. കുറച്ച് സമയത്തേക്ക്, കുറച്ച് നാളിലേക്ക്, കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ ഒരു പക്ഷേ അവർക്ക് വിജയിച്ച് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ ആത്യന്തികമായി കാര്യങ്ങളുടെ പരിണിതി തീരുമാനിക്കപ്പെടുമ്പോൾ അവര് വലിയ പരാജയം ഏറ്റുവാങ്ങിയവരായിരിക്കും. ഒരിക്കലും തന്നെ ലാലിമുകൾ, ഈ വിധത്തിൽ ളുൽമു ചെയ്യുന്നവര്,
വിജയിക്കുകയില്ല എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ വ്യാജമായൊരു സംഗതിയുമായിട്ട് വന്ന് സിഹ്ർ പോലെയുള്ള ഒരു തന്ത്രം പ്രയോഗിച്ച് ജനങ്ങളെ വശത്താക്കി എന്റെ താല്പര്യങ്ങള് നേടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാനാണല്ലോ ലാലിം. ലാലിമായിട്ട് നിലകൊള്ളുന്ന ഒരാൾ ഒരിക്കലും വിജയിക്കില്ല. ഈ സത്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്നതിന് ശേഷം അത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ സത്യം മറച്ചു പിടിച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് അക്രമപരമായ വഴികളിലേക്ക് നീങ്ങുന്ന ഫിറഔൻ, അയാൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളാണ് ലാലിം. അത് കാരണത്താൽ തന്നെ അയാൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഈ കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാം ഫറോവയെ അറിയിക്കുന്നത്. ചരിത്രത്തിലെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ധിക്കാരികളായ ഭരണാധികാരികളുടെ അടുക്കലേക്ക്, സ്വേച്ഛാധിപതികളായ അഹങ്കാരികളായ ദൈവനിഷേധികളായ അധികാരസ്ഥന്മാരുടെ അടുക്കലേക്ക് ഈ യാഥാർത്ഥ്യം വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് അപൂർവമായിട്ട് ചിലര് മാത്രം നിർവഹിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രവാചകന്മാരുടെ അനുഭവങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. മക്കയിൽ ഇതുപോലെ ഫറോവയുടെ സ്ഥാനത്ത് ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് വരാം. പക്ഷെ ധിക്കാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ തന്നെ അക്രമപരമായ നിലപാടുകളിലുമൊക്കെ തന്നെ ഫറോവയെ കടത്തി വെട്ടുന്ന സ്വഭാവവും പ്രകൃതവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട പരിഗണനയോ ശ്രദ്ധയോ കൊടുക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന മക്കയിലെ പ്രമാണിമാർ. അതുകൂടി അവരുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ് എന്നത് കൂടി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാഹചര്യത്തിലും വളരെ പ്രസക്തമാണ് ഇത്തരം ചരിത്ര പാഠങ്ങൾ. ധിക്കാരികളായ അഹങ്കാരികളായ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെയും മാനിക്കാത്ത സ്വേച്ഛാധിപതികളായി ഭരണം നടത്തുന്ന ആളുകൾ ഒരിക്കലും തന്നെ അവര് ലാലിമുകളല്ലാതാവുന്നില്ല. അവര് ലാലിമുകൾ തന്നെയായിട്ടാണ് അവരുടെ കാലം കഴിക്കുന്നത്. ലാലിമുകൾ ഒരിക്കലും തന്നെ വിജയിക്കുകയുമില്ല. ഇത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട സത്യമാണ്. അവർക്കൊരു സമയം ഉണ്ടാകും. ആ സമയം ഒടുങ്ങുന്നതോടുകൂടി അവര് ഏറ്റവും വലിയ പരാജിതരായ ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നു എന്നതാണ് ചരിത്രത്തിലെ എല്ലാ ധിക്കാരികളായ ഭരണാധികാരികളും സ്വേച്ഛാധിപതികളും ഫാഷിസ്റ്റുകളായിട്ട് ജീവിച്ച അധികാരസ്ഥന്മാരും ഒക്കെ അവരുടെ ചരിത്രത്തിലൂടെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അള്ളാഹു നന്മയുടെയും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്ത് നിലകൊള്ളുകയും ധിക്കാരികളെയും അഹങ്കാരികളെയും ഒക്കെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകളോടൊപ്പം നിലകൊള്ളുവാനും നമുക്കൊക്കെയും തന്നെ സൗഭാഗ്യവും തൗഫീഖും നൽകുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.